ചരിത്രപ്രസിദ്ധമായ മണ്ണടിയിലെ കാമ്പിത്താൻ കൽമണ്ഡപത്തിന്റെ വീഡിയോ ആണ് ഇന്ന് നിങ്ങളിലേക്ക് ഷെയർ ചെയ്യുന്നത്. കല്ലട നദിയുടെ തീരത്താണ് ഈ ശിലാസ്മാരകം സ്ഥിതി ചെയ്യുന്നത്. മണ്ണടി ദേവി ക്ഷേത്രത്തിൽ നിന്നും മീറ്ററുകൾ മാത്രം അകലെയാണ് ഈ കൽമണ്ഡപം ഉള്ളത്. ചരിത്ര പ്രശസ്തമായ കാമ്പിത്താൻ മണ്ഡപം പൂർണ്ണമായും കൃഷ്ണശിലയിലാണ് നിർമ്മിച്ചിരിക്കുന്നത്. കൽത്തൂണുകൾ, കലാപരമായി കൊത്തിയെടുത്ത സിംഹ ബ്രാക്കറ്റ് രൂപങ്ങൾ ശില്പിയുടെ അതിരുകളില്ലാത്ത കഴിവിന്റെ തെളിവായി കാണാം. കൽത്തൂണുകളിൽ മനോഹരമായി നിർമ്മിച്ചിരിക്കുന്ന ദേവതകളുടെ ശില്പങ്ങൾ, അതിൽ പ്രധാനമായി ഹിരണ്യകശുപിനെ പിളർക്കുന്ന നരസിംഹ അവതാരം കാണുന്നവരെ നിശബ്ദരാക്കുന്ന ദൃശ്യഭംഗി. ചരിത്രം, വിശ്വാസം. കല്ലിൽ കൊത്തിയ വിശ്വാസത്തിന്റെ കഥ. കല്ലട നദിയുടെ തീരത്ത് നിൽക്കുന്ന കാമ്പിത്താൻ മണ്ഡപം ചരിത്രവും ദിവ്യശക്തിയും വിശ്വാസവും ഒന്നിക്കുന്ന ഇടമായി മാറി. ഈ മണ്ഡപത്തിന് മുൻപിലൂടെ ഒഴുകുന്ന നദിയാണ് കല്ലട നദി. ഇറങ്ങാൻ നിർമ്മിച്ച പടവുകൾ ശിലയും പ്രകൃതിയും ഇവിടെ സമന്വയിക്കുന്നു. മണ്ണടി ദേവീക്ഷേത്രവുമായി ബന്ധപ്പെട്ട് പ്രധാന വെളിച്ചപ്പാടുകളായിരുന്നു കാമ്പിത്താൻമാർ. ദിവ്യശക്തി ഉണ്ടായിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. മണ്ണടി ഭഗവതിയുടെ അരുൾപ്പാടുകൾ ഭക്തരിലെത്തിക്കുന്ന വെളിച്ചപ്പാടായി കാമ്പിത്താൻമാർ മാറി. 2 കാമ്പിത്താൻമാർ ഉണ്ടായിരുന്നു. അസാധാരണ ദിവ്യശക്തി ഉണ്ടായിരുന്നു എന്നാണ് വിശ്വസിക്കപ്പെട്ടിരുന്നത്. കൽമണ്ഡപം ഇപ്പോൾ സംരക്ഷിക്കുന്നത് കേരള സർക്കാർ പുരാവസ്തു വകുപ്പാണ്. ഇവിടേക്ക് എത്താനുള്ള നിയറസ്റ്റ് ബസ് സ്റ്റേഷൻ അടൂരാണ്. 11 കിലോമീറ്റർ ദൂരമുണ്ട്. നിയറസ്റ്റ് റെയിൽവേ സ്റ്റേഷൻ ചെങ്ങന്നൂർ റെയിൽവേ സ്റ്റേഷൻ 36 കിലോമീറ്റർ. നിയറസ്റ്റ് എയർപോർട്ട് തിരുവനന്തപുരം ഇന്റർനാഷണൽ എയർപോർട്ട് 86 കിലോമീറ്റർ. ദിവ്യശക്തിയുള്ളവർ എന്ന് വിശ്വസിക്കപ്പെട്ടവർ ഒളിപ്പിച്ച വാളും ചിലമ്പും ഇന്നും പടിഞ്ഞാറേക്കാവിൽ സൂക്ഷിക്കുന്നു. ചരിത്രം, വിശ്വാസം, ഐതിഹ്യം. കല്ലിൽ കൊത്തിയ കഥ ഇവിടെ അവസാനിക്കുന്നു. അടുത്ത വീഡിയോയുമായി മറ്റൊരു ദിവസം കാണാം. ഗുഡ് ബൈ.